ബി ഹൗസിൽ നിന്ന് ഒനിയൽ എവിക്റ്റായിരിക്കുകയാണ്. ഇത്തവണയും ഒരു വെറൈറ്റി എവിക്ഷൻ തന്നെയായിരുന്നു. ഇന്ന് 4 പേരെ നിർത്തിക്കൊണ്ടായിരുന്നു എവിക്ഷൻ പ്രക്രിയ സ്റ്റാർട്ട് ചെയ്തത്. നോമിനേഷനിലുള്ള ആളുകളുടെ ഫോട്ടോസ് TV സ്ക്രീനിൽ സ്ലൈഡ് ആയിക്കൊണ്ടിരിക്കും. അതിൽ ആരാണ് സേവ് ആയത് എന്നുള്ളത് ഫോട്ടോ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അനുമോൾ, ലക്ഷ്മി, സാബുമാൻ, ഒനിയലായിരുന്നു ഇന്ന് എവിക്ഷൻ പ്രക്രിയ നേരിട്ടത്. അതിൽ സാബുമാനും അനുമോളും സേവായി. പിന്നീട് ലക്ഷ്മിയെയും ഒനിയലിനെയും നിർത്തിക്കൊണ്ട് ലാലേട്ടൻ പറഞ്ഞു, ഇനി ആരുടെ വീഡിയോയാണോ TVയിൽ പ്ലേ ചെയ്യുന്നത് ആ ആൾക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്നായിരുന്നു ലാലേട്ടൻ പറഞ്ഞിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു എവിക്ഷൻ തന്നെയായിരുന്നു. ഒനിയൽ എവിക്റ്റായിരിക്കുന്നു. ഒനിയലിൻ്റെ വീഡിയോ ആയിരുന്നു TVയിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഒനിയലിൻ്റെ നല്ല നല്ല മുഹൂർത്തങ്ങളെല്ലാം ബിഗ് ബോസ് ഒനിയലിന് വേണ്ടി അവിടെ കാഴ്ചവെച്ചു. ഹൗസ്മേറ്റ്സിന് എല്ലാവർക്കും അതൊരു ഷോക്ക് തന്നെയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് നേരം അക്ബറുമായി കയർത്ത് സംസാരിച്ചു കൊണ്ടിരുന്ന ഒനിയൽ ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ആരും കരുതിയില്ല. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു ഒനിയലിൻ്റെ മടക്കം. ഒനിയൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വരുവാൻ കഴിഞ്ഞു, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രൗഡാണ് എന്നുള്ളത്, അതുതന്നെ മതി എനിക്ക് എന്നാണ് ഒനിയൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടായിരുന്നു ഒനിയൽ മടങ്ങിയിരുന്നത്. ഒനിയലിനെ നെവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അനിയ എന്ന് വിളിച്ചുകൊണ്ടാണ് ഒനിയൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒനിയലിൻ്റെ എവിക്ഷനിൽ ഒരുപാട് സങ്കടം നെവിനുണ്ടായിരുന്നു. നെവിനും ഷാനവാസും ആദിലയും മറ്റുള്ള എല്ലാവരും ഒരുപാട് നേരം കരഞ്ഞു. പോകുന്നതിന് മുന്നേ നെവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കോയിൻസ് നിനക്കുള്ളതാണ്, എല്ലാവരും എൻ്റെ ആ 2 കോയിൻസ് നെവിന് കൊടുക്കണമെന്നാണ് ഒനിയൽ പറഞ്ഞിട്ട് പോയത്. പോകുന്നതിന് മുന്നേ ആര്യനോട് ഒരു സിഗരറ്റ് എടുക്ക്, ഒന്ന് വലിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ബിഗ് ബോസ് സമയമായി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പുറത്തോട്ട് പോവുകയായിരുന്നു. പിന്നീട് ലാലേട്ടൻ സ്റ്റേജിലേക്ക് വിളിച്ച് ഒനിയലിനെ അവിടെ വെച്ച് സംസാരിക്കുകയായിരുന്നു. ഒനിയൽ ഹൗസ്മേറ്റ്സിനെ ഒന്നും കൂടി കാണണമെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അതിനുള്ള സജ്ജീകരണം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഒനിയൽ ഒരു FC ബോയായി മാറുകയായിരുന്നു. അവിടെ നിന്ന് ഒരു ഹോസ്റ്റിംഗ് തന്നെ അവിടെ നടത്തി. ലാലേട്ടനോട് മടങ്ങുന്നതിന് മുന്നേ ഒരുപാട് നന്ദി പറഞ്ഞു. കാലിലെല്ലാം തൊട്ട് നമിച്ചപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, താങ്കളുടെ ഒരു സാൻഡ്വിച്ച് കഴിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകണമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഒനിയൽ BB ഹൗസിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് BBയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.